അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വീക്കെൻഡ് പ്രമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ താലികെട്ട് മുഹൂർത്തം, സച്ചി രേവതിയെ വീണ്ടും താലി ചാർത്തുന്ന ആ മുഹൂർത്തമാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ, ഇനി വരുന്ന ആഴ്ചകളിൽ ഉള്ളത്. നമ്മുടെ രവിയേട്ടൻ ചന്ദ്രയോട് പറയും, ചന്ദ്ര അവളുടെ സ്വർണ്ണമൊക്കെ കൊടുക്കും, പാവം മഞ്ഞച്ചരടും തൂക്കിയിട്ടല്ല അവൾ നടക്കുന്നത്, അവളുടെ സ്വർണ്ണമൊക്കെ കൊടുത്തൂടെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അതിന് ഞാൻ അവളുടെ സ്വർണ്ണമൊന്നും പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, വേണ്ട അച്ഛാ, എനിക്ക് എൻ്റെ ഭർത്താവ് സ്വന്തം കാശിന് അധ്വാനിച്ച ഇതും കൊണ്ട് സ്വർണ്ണമാല മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ സച്ചിയേട്ടൻ മേടിക്കുന്നു അപ്പോഴേ ഞാൻ മാല താലി ഇടുകയുള്ളൂ എന്ന് രേവതി പറയുകയാണ്. സ്വർണ്ണമാല ഇടുകയുള്ളൂ എന്ന് രേവതി പറയും. അപ്പോൾ നമ്മുടെ സച്ചി വളരെ വിഷമമുണ്ട് സച്ചിക്ക് ഇങ്ങനെ മഞ്ഞച്ചരടിൽ കോർത്ത് താലി ഇട്ടിരിക്കുന്നതിൽ. സച്ചി അപ്പോൾ എന്ത് ചെയ്യും, സ്വന്തം പൈസ കൊണ്ട് അധ്വാനിച്ച ഒരു താലിമാല സ്വർണത്തിൻ്റെ തന്നെ മേടിച്ചുകൊണ്ടും വരുവാണ് നമ്മുടെ സച്ചി. എന്നിട്ട് വീട്ടിലെ എല്ലാവരുടെയും മുമ്പിൽ ഇരുത്തിക്കൊണ്ട് തന്നെ രേവതിക്ക് ഇത് കാണിച്ചു കൊടുക്കും. രേവതിക്ക് വളരെയധികം സർപ്രൈസ് ആവും, നല്ല സന്തോഷമാവും. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് അവിടെ വേറൊരാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്രക്ക് ഇതൊക്കെ കണ്ട് രേവതിക്ക് പുതിയ സ്വർണ്ണമാല മേടിച്ചതൊക്കെ കാണുമ്പോൾ ചന്ദ്രക്ക് നല്ല ദേഷ്യം വരും. ചന്ദ്ര നല്ല അതിനോട്ട് പ്രതികരിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയുടെയും ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ ദിവസമാണ്, കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്ന ദിവസമാണ്. സച്ചി എല്ലാവരുടെയും മുമ്പിലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അച്ഛൻ അത് പറയാൻ ഇപ്പോഴൊന്നും സമ്മതിക്കില്ലായിരിക്കും മിക്കവാറും. എന്നാലും ഓരോരോ കള്ളത്തരങ്ങൾ സച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ. ഇനി ഏതായാലും ഈ താലി കെട്ട് മുഹൂർത്തമാണ്. രണ്ടാമത് ഈ താലി വെറുതെ ഒന്നും കെട്ടിക്കൊടുക്കില്ല സച്ചി, അതൊരു അമ്പലത്തിൽ പോയി ചടങ്ങായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ സച്ചി രേവതിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ താലികെട്ട് മുഹൂർത്തം, സച്ചി രേവതിയെ താലി ചാർത്തുന്ന രണ്ടാമത്തെ മുഹൂർത്തം. ഇനിയുള്ള നിമിഷങ്ങളിൽ സ്നേഹ നിമിഷങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ വരും ദിവസങ്ങളിൽ ഞാൻ രാവിലെ തന്നെ എല്ലാ എപ്പിസോഡിൻ്റെയും റിവ്യൂ ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.